സ്റ്റാർസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒരു മന്ത്ലി ഒരു 1 ടൈമിലും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും എല്ലാ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കാണിച്ചിട്ടില്ല, ഏതാ സ്ഥലം എന്ന് നമ്മൾ കാണിച്ചിട്ടില്ല. അത് പോകുന്ന ടൈമിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റിക്കണം. കാണാം. അപ്പം നമ്മൾ നിൽക്കുന്നത് സീഷോർ ഫാം ആൻഡ് നഴ്സറിയുടെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ ഞായറാഴ്ച കൊണ്ടായതുകൊണ്ട് തോന്നുന്നു നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് 3 പിടിയ വരുന്ന വഴിക്ക് ഒരു ഇടയിലുള്ള സ്ഥലമാണ്. ഇവിടെ ഫുള്ളിങ്ങനെ ഹോഴ്സസും കാര്യങ്ങളും പിള്ളേർക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ റേച്ചലിനെയും കൊണ്ട് വന്നിരിക്കുന്നതാണ്. നമ്മുടെ എക്കോ പാർക്കിലേക്ക് നടന്നു തുടങ്ങാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ കണ്ട് നമുക്ക് നടത്താം. നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് ആണുള്ളത്. ഇപ്പുറത്തെ സൈഡിന് 2 വീലേഴ്സും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനും ഇപ്പുറത്ത് കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിശാലമായി തന്നെ ഒരു കാർ പാർക്കിംഗ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടുന്ന് 2 സൈഡും കാണാം. ഫുള്ള് ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ ആൾക്കാർ ഇങ്ങനെ ചെടികളും ഫാമിൽ നിന്നുള്ള ചെടികളൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്ക് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതേ ഇവിടെ ചിൽഡ്രൻസിനുള്ള ഏരിയ ആണ് ഈ കാണുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഫുള്ള് ഇങ്ങനെ ചിൽഡ്രൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടെ ആർക്കിടെക്ചറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ റേച്ചുട്ടിനെ നമ്മൾ കളിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ റേച്ചുട്ടിക്ക് പേടിയായിരുന്നു, ഇപ്പോൾ കളിച്ചു തുടങ്ങിയപ്പോൾ ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ റേച്ചുട്ടീനെ നമ്മളെ മിക്കവാറും എല്ലാ റൈഡിലും കയറിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലവൾക്ക് ഇഷ്ടമായത് മറ്റേ സ്ലൈഡിങ്ങിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇതിൽ അവർ ഏജും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എത്ര വയസ്സ് മുതൽ എത്ര വരെയുള്ള കുട്ടികൾക്കാണ് കളിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ റേച്ചുട്ടി നടന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പുൽമേട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അവൾക്ക് നടക്കാൻ സുഖമായിരുന്നു. അപ്പോൾ ഈ പാർക്കിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഫ്രോഗ്, പിന്നെ അതുപോലെ തുമ്പി, അങ്ങനെ ബട്ടർഫ്ലൈ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് കിളികളുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചത് ലവ് ബേർഡ്സ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ കുറേ ഗൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബൊട്ടാണിക്കൽ ഗാർഡനാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നേരത്തെ നമ്മൾ ചെടികളൊക്കെ ആൾക്കാർ മേടിച്ച് കൊണ്ടുവന്നതൊക്കെ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ചെടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ്. ഈ ബൊട്ടാണിക്കൽ ഗാർഡനിനുള്ളിൽ തന്നെ ഈ റാറ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ട്രെയിൻ ആ വഴിക്ക് പോകുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ എല്ലാവരും കുറേ പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്. ചുറ്റി കറങ്ങി കാണാൻ ഒരു റൗണ്ട് ഫുള്ളും അവർ കൊണ്ടുപോകുന്നുണ്ട് ആ ട്രെയിനിൽ. അപ്പുറത്ത് തന്നെ അവിടെ ഒരു ടീയുടെ ഏരിയകളൊക്കെ കാണാം. ഹോഴ്സ് റൈഡിങ്ങുള്ള ഹോഴ്സാണിത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കിവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ കാണാം. ആ സ്ഥലത്ത് ഫുള്ളിങ്ങനെ പാട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിവിടെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ആംഗ്രി ബുള്ളിന് 40 രൂപയാണ് ഒരാൾക്ക്. അപ്പുറത്ത് ബമ്പർ റേസ് നടന്നുകൊണ്ടിരിക്കുക. അതാണ് അവിടെ ഭയങ്കര. അപ്പോൾ അവിടെ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നടക്കുമ്പോഴാണ് നമുക്ക് ഈ ജെയിൻ വീലും കാര്യങ്ങളൊക്കെ കാണാം. അവിടെയും ഇതുപോലെ തന്നെ നല്ല തിരക്കായിരുന്നു. അവിടുത്തെ ഫാമിലാണ് നമ്മുടെ ക്യാമലുണ്ട്, അതുപോലെ തന്നെ മിനിയേച്ചർ കവുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കാണാം 2 കുഞ്ഞ് മിനിയേച്ചർ കവാണത്. അവിടെ ഒരു ഫിഷ് ഫാമും കൂടിയും അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കുറേ ഡോഗുകളും കാര്യങ്ങളും ഉണ്ട് അവിടെ. അതുപോലെ തന്നെ കവ്, പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഓസ്ട്രിച്ചിനെ കാണാം. അപ്പോൾ ഓസ്ട്രിച്ച് കുറച്ച് ഡേഞ്ചറസ് ആണ്, എന്നാലും നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്കൊരു അടിപൊളി വ്യൂ കാണാം. ഇത് ആ ആനിമൽസിൻ്റെ സൈഡിലുള്ള സ്ഥലം. അപ്പോൾ അഡൾട്ട്സിനൊക്കെ ആണെങ്കിൽ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളുണ്ട്. അഡൾട്ട്സിന് മാത്രമല്ല കുട്ടികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങളും ഇതുപോലെ തന്നെ ഒരു വട്ടം പോയിരുന്നു അതിൽ.
അവിടെ തന്നെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത്. തിരിച്ചു പോകുന്ന സമയത്ത് ആലിനെ ഒന്ന് ഹോഴ്സ് റൈഡിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ദേ നമ്മുടെ ആലിൻ്റെ കുതിരയുടെ മുകളിൽ തന്നെ നടന്ന് കയറി വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നെല്ലിയാമ്പതിയിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയി കഴിഞ്ഞിട്ട് അവൾ പകുതിയില്ല അവൾ കയറിയപ്പോൾ തന്നെ അവൾ ഇറങ്ങി. അത്രയും പേടിയാണായിരുന്നു അവൾക്ക്. അപ്പോൾ ഈ പ്രാവശ്യം അവൾ മര്യാദയ്ക്ക് പോയി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആലിനെ കയറ്റിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കയറിയപ്പോൾ എനിക്കധികം അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. ആലിൻ കയറിയിട്ട് കരച്ചിലും വിളിച്ചിലും ഒക്കെ ആയിരുന്നത്. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മോദയൊക്കെ ഇരിക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം ചിരിച്ചിട്ടാണ് വരുന്നത്. ഇതാണ് ബേർഡ്സിൻ്റെ ആ നൈറ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഈ കാക്കാത്തുരുത്തി സീഷോർ എന്ന് പറയുന്നത് ബെസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എൻട്രി ഫീസ് ഇല്ല. അപ്പോൾ ഒരു ബെസ്റ്റ് വിസിറ്റ് തന്നെയാണ് പറയാം. ഒരു ആഫ്റ്റർനൂൺ ഫുള്ള് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഗെയിംസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട്. ഇപ്പോൾ അഡൽട്സിനായിട്ട് ഇങ്ങനെ ബോട്ട് റൈഡിങ്, ഹോഴ്സ് റൈഡിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാവരും ഒരു വട്ടം വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ആൾ ഫോർ വാച്ചിങ് ദിസ്. വി ആർ സൈനിങ് ഓഫ് ആൻഡ് റേച്ചൽ, ആൻലെറ്റ് ആൻഡ് ആൻലിൻ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. നമുക്കിത് അവിടുന്ന് ഒരു അടിപൊളി വ്യൂ കാണാം. ഇത് നമ്മൾ ഏകദേശം ഒരു കാട്ടിലൊക്കെ പോകുന്നൊരു ഫീൽ ചെയ്യണം. നമ്മളിത് അവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്.